ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ കോഴിക്കോട് വന്ന് 2ാം ദിവസം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി പെരുമഴയത്ത് നമ്മൾ തിരിച്ചു കയറി വന്ന്, പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത്രയും പെരുമഴ ഇന്നലെ ഇവിടെ പെയ്തത്. ശരിക്കും ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഇത്രയും വലിയ പെരുമഴ കാണുന്നത് ഇന്നലെയാണ് ആദ്യമായിട്ട്. റോട്ടിലൊക്കെ ഭയങ്കര വെള്ളവും ജസ്റ്റ് ഒരു മഴ കൊണ്ട് തന്നെ റോട്ടിലൊക്കെ ഒരുപാട് വെള്ളമായി. ഞങ്ങൾ എങ്ങനെയാണ് വീട്ടിലെത്തിയെന്ന് ചോദിക്കേണ്ട, അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇന്നലെ ചേട്ടൻ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിയത്. അങ്ങനെ ഇന്നലത്തെ ദിവസം കഴിഞ്ഞു. ഇന്ന് 2ാം ദിവസം. അപ്പോൾ ഞങ്ങളുടെ എണീറ്റ് ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും ചായ കുടിക്കാൻ പോണ്. ചായ കുടി മീൻസ് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ. ഇവരുടെ കൂടുതലും കഴിക്കുന്നത് കപ്പ കേട്ടോ. പച്ചക്കപ്പയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മാമ. അപ്പോൾ മാമ എന്ന് പറയുന്നത് ചേട്ടൻ്റെ അമ്മയും ചേട്ടൻ്റെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചേച്ചി, ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ അവർ ഒരുമിച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ രാവിലെ തന്നെ ജോലിക്ക് പോയി കഴിഞ്ഞു. ഇന്നലെ ചേട്ടൻ എത്തിയത് രാത്രിയിൽ. ഞങ്ങൾ പോയി വന്നപ്പോഴേക്കും ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ രാവിലെ തന്നെ പോയി. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ചേട്ടൻ്റെ മോനും അവൻ പഠിക്കുന്ന സ്ഥലത്തേക്ക് അവനും പോകും. തൃശ്ശൂരെ പഠിക്കുന്ന, അപ്പോൾ അവനും അങ്ങോട്ടേക്ക് പോകും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നും 2-3 വീടുകളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ പോകാനുള്ള വീടുകളിലേക്ക് മഴ വരുന്നതിന് മുൻപായിട്ട് പോകണം എന്നാണ് ചേട്ടൻ പറഞ്ഞേക്കണേ. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. മഴയൊക്കെ പെയ്ത് എല്ലാവരുടെയും നല്ലപോലെ തന്നെ നനഞ്ഞ് കിടക്കണം. ഇതൊരു പ്ലാവുമ്പോൾ ചക്ക കിടപ്പുണ്ട് മുകളിൽ. ഇതിലെ പറമ്പൊക്കെ മൊത്തം നനഞ്ഞേക്കണം, നല്ലപോലെ തന്നെ നനഞ്ഞു ഇന്നലത്തെ ഒറ്റ മഴയിൽ. ഞാനിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് അകത്തേക്ക് കയറി പോകണം, അല്ലെങ്കിൽ ഇന്നും നമ്മൾ മഴയിൽ പെടും. ഇപ്പം തന്നെ നല്ല മഴയ്ക്ക് കാര്യമുണ്ട്. മഴ എപ്പോൾ പിടിക്കുമെന്ന് അറിയില്ല. എന്നാലും രാത്രിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ രാവിലെയൊക്കെ പോകണമെങ്കിൽ രാവിലെ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി 9 മണിയായി. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 10 മണി കഴിയും എന്തായാലും. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പച്ചക്കപ്പയാണ്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ പച്ചക്കപ്പ എന്ന് പറയുന്നത്. പച്ചക്കപ്പ എന്ന് പറയുന്നത് കാരണം ഉണക്കക്കപ്പയും ഇവർ വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പച്ചക്കപ്പ, ചില ദിവസങ്ങളിൽ ഉണക്കക്കപ്പ. അപ്പോൾ ഇന്ന് വെച്ചിരിക്കുന്നത് പച്ചക്കപ്പയാണ്. അപ്പോൾ ഞങ്ങളിതാ പച്ചക്കപ്പയും ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പോകാനുള്ളവരെല്ലാവരും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങാൻ പോകണം കേട്ടോ. മഴ പിടിക്കുന്നതിന് മുൻപ് ഇറങ്ങണമെന്നും പറഞ്ഞത് ഇറങ്ങണം. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി. ഞങ്ങളിതാ ഇനി മാമേനെയും കൊണ്ടുവന്നു പോയി. മാമേനെയും ചേട്ടൻ്റെ മോളെയും. പാപ്പനൊന്നും വന്നില്ല. ഇന്നലെ പോയി തന്നെ ക്ഷീണമായി. മഴയും ഇരുട്ടും ഒക്കെ കൂടിയായി യാത്രയും ചെയ്ത് പാപ്പന് ക്ഷീണമായി. പാപ്പ വന്നില്ല. പിന്നെ ചേട്ടൻ്റെ മോൻ ക്ലാസ്സിനായിട്ട് പോകണം തൃശ്ശൂർക്ക്. ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ പിന്നാലെ തന്നെ മോനും പോകും. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ മാമയുടെ ആങ്ങളയുടെയൊക്കെ വീട്ടിലേക്ക് പോകണം. പിന്നെ പാപ്പൻ്റെ ചേട്ടൻ്റെ മോളുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകളിലേക്കൊക്കെ പോകേണ്ടടത്തേക്കൊക്കെ ഇന്ന് പോയി തീർക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം. ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് ചേട്ടൻ്റെ മോനെയൊക്കെ കൂട്ടി ചേച്ചീനെയൊക്കെ കൂട്ടി ഒരു ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ മാമേനെയൊക്കെ കൂട്ടി ഫോട്ടോ എടുത്തു കേട്ടോ. ചേച്ചിക്ക് ഈ വീഡിയോയിലും ഫോട്ടോയിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല, എങ്കിലും നിർബന്ധിച്ച് വിളിച്ചപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. പിന്നെ ചേട്ടൻ്റെ മോൻ ഇന്ന് തന്നെ തൃശ്ശൂർക്ക് പോകും പഠിക്കാനായിട്ട്. അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് ഒരുമിച്ചൊന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ്. ചേട്ടൻ രാവിലെ തന്നെ ജോലിക്കും പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയിരിക്കട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നും മഴ ദിവസമാണെന്ന് തോന്നുന്നു. ചേട്ടൻ്റെ മോൻ പഠിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ചേട്ടൻ്റെ മോനെ റെഡിയാക്കി വിടാനൊക്കെ വേണ്ടി ചേച്ചി വീട്ടിൽ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ ഇടയ്ക്കൊക്കെ റിലേറ്റീവ്സിനെയൊക്കെ കാണുന്നത് ഓരോ ഫംഗ്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി വന്നില്ല. ഇന്നും നല്ല മഴ ദിവസമാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ, പക്ഷേ സ്ട്രോങ് ആവാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. നല്ല മഴക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള യാത്ര. ഇന്ന് പാപ്പൻ വന്നില്ല. പാപ്പൻ അപ്പടി ക്ഷീണം. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ ഒപ്പം തൃശ്ശൂർ ഭാഗത്തേക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തന്നെ പാപ്പൻ വരാൻ റെഡിയല്ല. പാപ്പന് ക്ഷീണം, വയ്യ, ഇത്രയും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പാപ്പൻ വന്നില്ല. പാപ്പ വരാത്തതുകൊണ്ട് മാമയും വന്നില്ല. അപ്പം അവർ വരാണെങ്കിൽ 2 പേരും കൂടെ ഒരുമിച്ച് വന്നായിരുന്നു. ഇപ്പം നമ്മളിവിടുന്ന് ഡയറക്റ്റ് പോകുന്നത് പാപ്പൻ്റെ ചേട്ടൻ്റെ മോളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നലെ പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അവിടെ, പക്ഷേ മഴയിൽ പെട്ടു. പിന്നെ പോകാൻ പറ്റിയില്ല, നല്ല ഇരുട്ടുമായി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പോയില്ല.
അപ്പോൾ പാപ്പൻ്റെ ചേട്ടനെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ചേട്ടൻ്റെ മോളുടെ വീട്ടിലേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. പാപ്പന് ഒരു സുഖം ഉണ്ടായിരുന്നെങ്കിൽ പാപ്പൻ എങ്ങനെയെങ്കിലും വന്നായിരുന്നു. പക്ഷേ പാപ്പന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇന്നലെ വന്നപ്പോൾ തൊട്ട് പാപ്പൻ കിടക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ മാത്രമേ എണിക്കുന്നുള്ളൂ. യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും വയ്യാണ്ടാവണമെന്ന്. എല്ലാ കൊല്ലമൊക്കെ വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ എല്ലാവിടേക്കും കറങ്ങാനൊക്കെ. പക്ഷേ ഇപ്രാവശ്യം വരാൻ പറ്റിയില്ല. ഇന്നലത്തെ ദിവസം മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗീതമ്മ ചേച്ചി, വല്യപ്പൻ്റെ മോള് കേട്ടോ, പാപ്പൻ്റെ ചേട്ടൻ്റെ മോള്. ഇതാണ് ഗീതമ്മ ചേച്ചി. നമ്മൾ കഴിഞ്ഞ വർഷം വന്നേക്കെന്താ ഈ വീട്ടിലേക്ക്. കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ടുണ്ട്. മഴ അങ്ങനെ സ്ട്രോങ് ആയി വരുന്നു. നല്ല മഴ. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഹോളിഡേയ്സ് ഒന്നും പറയണ്ട, മഴയിൽ പെട്ടു എന്ന് തന്നെ പറയാം. സ്ട്രോങ് മഴയാണ്, രക്ഷയില്ല. അന്നൊരു 3-4 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയുള്ളൂ, അപ്പോഴേക്കും മഴ പിടിച്ചു. ഈ വർഷം മഴ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യാനൊന്നും തോന്നില്ല. ഒരു സുഖമില്ലാത്ത കാലാവസ്ഥയാണ്. മഴ നല്ലതരം ചൂട് കുറയാൻ, പക്ഷെ എപ്പോഴും മഴയായി കഴിഞ്ഞാൽ നമുക്ക് യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഈങ്ങാപ്പുഴയല്ലേ ചേട്ടാ? ഈങ്ങാപ്പുഴയിലാണ് പാപ്പൻ്റെ ചേട്ടൻ്റെ മോളുടെ വീട്. ഞങ്ങളങ്ങനെ ഇത്തിരി സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നേപ്പിക്കും തന്നെ ചേച്ചി കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. കട്ടൻ ചായക്കൊപ്പം നല്ല അച്ചപ്പവും കുഴലപ്പവും അതുപോലെ അരിയുണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർക്ക് അറിയുന്ന ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന. അപ്പോൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ചേച്ചിയുടെ വീട്ടിൽ ജോലിക്കൊക്കെ വരുന്നൊരു ചേച്ചി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം പിന്നെയും ചായയൊക്കെ കുടിച്ച് പിന്നെയും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈമായി. കാരണം ഞങ്ങൾക്ക് ഇനി വേറെയും വീടുകളിലേക്കൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് മാക്സിമം സ്പീഡിൽ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇതായിപ്പോൾ ഇറങ്ങി. ചേച്ചിനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് മാമയുടെ ആങ്ങളയുടെ വീട്ടിലേക്ക് കേട്ടോ. മാമയുടെ ആങ്ങളയുടെ വീട് എന്ന് പറയുന്നത് തിരുവമ്പാടിയിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. തിരുവമ്പാടി. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇതാ ഇവിടെ താഴെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് നമുക്ക് കയറി പോകണം. മുകളിലാട്ടോ അമ്മയുടെ ആങ്ങളയുടെ വീട്, മാമയുടെ ആങ്ങളയുടെ വീട്. നമ്മുടെ ഫ്രണ്ട്സ് ആരോ ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ ചേട്ടൻ്റെ അമ്മേനെയും അപ്പനെയൊക്കെ വിളിക്കണേന്ന്. അമ്മേനെ ഞാൻ വിളിക്കുന്നത് മാമ എന്നാണ്. അപ്പോൾ ചേട്ടൻ വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ശീലിച്ചു. അങ്ങനെ ചേട്ടൻ്റെ അമ്മേനെ വിളിക്കുന്നത് മാമാന്നും പിന്നെ പപ്പേനെ വിളിക്കുന്നത് പാപ്പൻ എന്നാണ്. അങ്ങനെ ഞങ്ങളിതാ നടന്ന് വർത്താനൊക്കെ പറഞ്ഞത് ആ മുകളിലെത്തിയപ്പിക്കും. ഇവിടെ അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞേപ്പിക്കും ആൻറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. ആൻറ്റിയുടെ മോളും അങ്ങനെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നവരെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഇത്തിരി നേരം വർത്താനം പറഞ്ഞേപ്പിക്കുന്ന കുട്ടികൾ സെറ്റ് കൂട്ടായി, അവർ ഫ്രണ്ട്സായി, അവരെല്ലാവരും കൂടെ ഇവിടെ കുത്തിന്ന് ഒരുമിച്ചിരുന്ന് കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അഞ്ജലിക്ക് ഇങ്ങനെ കൊച്ചുകുട്ടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പിക്കാൻ കിട്ടിയ ഭയങ്കര ഇഷ്ടമാണ്. അഞ്ജലി എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് അവരെ സോപ്പിട്ട് പിടിച്ചോളും കളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളിവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കണം കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. ഇവിടെ അപ്പോഴേക്കും അമ്മായി പപ്പടമൊക്കെ വറക്കാട്ടോ. ചിക്കലത്തെ ഞങ്ങളുടെ ലഞ്ചിന് വേണ്ടിയിട്ട് പപ്പടമൊക്കെ വറക്കണം. അപ്പോൾ ഞങ്ങൾ ഇവർ വീട്ടിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഫോൺ വിളിച്ചായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞപ്പിക്കും തന്നെ ഇവർ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ഇന്നിപ്പോൾ ഇവിടെ നിന്നാണ്. അപ്പോൾ നല്ല സൂപ്പർ പപ്പടം കേട്ടോ. നല്ലപോലെ പൊളച്ച് വരുന്ന നല്ല അടിപൊളി പപ്പടം. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി കണ്ടോ. നല്ല ഹൈറ്റിൽ ഇത്രയും പൊളച്ച് വരുന്ന പപ്പടം ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ പപ്പടം വറക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ചോറിനുള്ള ടൈമായിട്ടോ. അപ്പോൾ ചോറൊക്കെ ഇതാ ഇവിടെ ടേബിളിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എഗ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ചക്കക്കുരു മാങ്ങ കൂടെ കറി വെച്ചിട്ടുണ്ട്, പിന്നെ കിളിമീൻ വറുത്തത്, പപ്പടം, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളിതാ ചോറിനാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇതാ കൊച്ചുകുട്ടികളെയും അതുപോലെ തന്നെ മാമേനെയും പെങ്ങളും ആങ്ങളെയും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ മാമേനെയും അങ്കിളിനെയും കൂടി ഇരുത്തിയേക്കാണ്, അവരൊക്കെ ഇരിക്കണം. പിന്നെ അടുത്ത സെറ്റ് ഞങ്ങൾ ഇരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അവർക്കുള്ള ഫുഡ് കൊടുത്തിരിക്കുക കേട്ടോ. അങ്ങനെ അവരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡും കഴിച്ച് കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഞങ്ങൾ എണീക്കണം കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടിപ്പോൾ അങ്കിൾ പറഞ്ഞു ചക്ക കൊണ്ടുപോകാമെന്ന്. അവരുടെ പറമ്പിൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക നമുക്ക് പറിക്കാം. അതുപോലെ തന്നെ കമ്പിളി നാരങ്ങയുണ്ട്, ബംബ്ലൂസ് നാരങ്ങയെന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ പറയാം. അവരവിടെ പറയുന്നത് കമ്പിളി നാരങ്ങയെന്ന്. അപ്പോൾ അതും നമുക്ക് പറിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞച്ചൻ ഇതാ ചക്ക ഇടാണ്. അപ്പോൾ 2 ചക്ക ഇടുന്നുണ്ട്. ഒരെണ്ണം മാമയ്ക്ക് കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക്, ഒരെണ്ണം ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരാം, ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞ് അങ്ങനെ ചക്ക ഇട്ടോട്ട്. നല്ല സൂപ്പർ ചക്കയായിരുന്നു, അടിപൊളി ചക്കയാണ്. അപ്പോൾ ഇതാ 2 ചക്ക ഇട്ടിട്ടുണ്ട്. കുഞ്ഞച്ചൻ തന്നെ പറിച്ച ചക്കയൊക്കെ ഇതാ റോഡ് സൈഡിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പത്തിനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ തോട്ടിയൊക്കെ ആയിട്ട് ബംബ്ലൂസ് നാരങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഒരു 3 ബംബ്ലൂസ് നാരങ്ങ പറിച്ചിട്ടുണ്ട്. മരത്തുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വലിയ നാരങ്ങയായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് അധികം മധുരമില്ല, അധികം ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ മരമൊക്കെ വെട്ടിക്കളയാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ നിന്നൊരു 3 ബംബ്ലൂസ് നാരങ്ങ പറിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരികയും ചെയ്യാം, പിന്നെ മാമയ്ക്ക് അങ്ങോട്ടേക്കും കൊണ്ടുപോകാം വെച്ച് ആ പ്ലാനിലൊക്കെ ആട്ടോ പൊട്ടിച്ചേക്കുന്നത്. അപ്പോൾ പൊട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ തന്നെ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ചക്ക 2 കൊണ്ടുപോയി വണ്ടിയിലേക്ക് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും പിന്നെ മാമ കറിവേപ്പില, ഇവിടെ ഒത്തിരി കറിവേപ്പിലുണ്ട്. അപ്പോൾ മാമ പറഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും പറിക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞച്ചൻ കറിവേപ്പിലയും പറിച്ച് കൊടുത്തിട്ടുണ്ട് മാമയ്ക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞച്ചൻ്റെ മോനെത്തി, ജോലിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ആളെയും കണ്ട് ഒത്തിരി സമയമൊക്കെ വർത്താനം പറഞ്ഞു. അതിനുശേഷം ഞങ്ങളിതാ ഇനി അവിടെ നിന്ന് ഇറങ്ങാണ്, ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാണ്. കാരണം നമുക്കിനി ഒരു വീട്ടിലും കൂടെ ഈ വഴിക്ക് തന്നെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാ അവിടുന്ന് അവരോട് എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇതാ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാമയുടെ ആങ്ങളയുടെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോകണം. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് മാമയുടെ ആങ്ങളയുടെ മകളുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടേക്കുള്ള വഴി അത്ര ശരിയല്ല എന്നിങ്ങനെ കേട്ടു ഞങ്ങൾ. അപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടം വരെ ചെന്ന് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. പക്ഷെ അവർ പറഞ്ഞത് ഇപ്പോൾ ഫോൺ വിളിച്ചായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ പറ്റുന്ന. അതിൻ്റെ ഉള്ളിൽ കൂടെ മഴയും കൂടെ പെയ്യാനും പോകാൻ ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും ഞങ്ങൾ പേടിച്ചത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ റോഡ് ഓക്കെ ആയിരുന്നു. അങ്ങളുടെ മോളൂടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. എത്തിപ്പെട്ടു. കുറേ വഴിയൊക്കെ തേടി ചോദിച്ചൊക്കെയാണ് വന്നത്. കുറേ തപ്പണ്ടി വന്നു കേട്ടോ വഴി. ഞങ്ങൾക്ക് വലിയ നിശ്ചയമില്ലായിരുന്നു ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരണത്. മോള് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്കിളിൻ്റെ മോള് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വഴിയിൽ എവിടെയായി എന്ന് ചോദിച്ച്. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പുതിയ വീടാണ്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. അതാണ് വഴിയിലും ഞങ്ങൾക്ക് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടായത്. ഒരു ഇഷ്ടം പോലെ പൂച്ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ചെടികളുണ്ട് 2 സൈഡുകളിലും. അവിടെ വെച്ചിട്ടുണ്ട് കുറേ. പിന്നെ മഴ കാരണം ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന്മേക്ക് ഇങ്ങനെ ചെറിയ ചെടികളുമേ നിറച്ച് കുരുകുരാന്ന മുട്ടുകളുണ്ട് കേട്ടോ. റോസയുടെ മുട്ടുകൾ ഒത്തിരി ഉണ്ട്. ഇപ്പം മഴ പെയ്തപ്പോൾ കുറേയൊക്കെ പോയിന്ന് പറഞ്ഞു. എന്നാലും നമുക്കത് അങ്ങനെ കൊച്ചു മുട്ടുകൾ കാണാം ഒരുപാട്. ഇത് അവരുടെ മോളാട്ടോ. പിന്നെ ഒരു മോനും കൂടി ഉണ്ട്. മോൻ എന്തോ ഓൺലൈൻ ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എണീറ്റ് വരും. അപ്പോൾ ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനോട് അവരിപ്പോൾ എണീറ്റ് വരാൻ പറ്റില്ല. പിന്നെ മോളുടെ ഹസ്ബൻഡ് പുറത്ത് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. അപ്പോൾ ഞങ്ങളിത് ആ വീടൊക്കെ നടന്ന് കാണാണ്. നല്ല സ്പേസുള്ള വലിയൊരു വീട് തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, താഴത്തെ ഫ്ലോറിലായാലും മുകളിലായാലും. അപ്പോൾ ഞങ്ങളിങ്ങനെ അവരുടെ ഹോളും കിച്ചണും എല്ലാം അങ്ങനെ സ്റ്റോറൂമും ബെഡ്റൂംസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഇഷ്ടംപോലെ സ്പേസുള്ള ഒരു ഏരിയ, വലിയൊരു ഏരിയ തന്നെയെന്ന് പറയാം. വർക്ക് ഏരിയയിലായാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കാഴ്ചകളൊക്കെ കണ്ടു. ഒരു വീടിൻ്റെ തൊട്ട് ചേർന്ന് അടുത്ത് തന്നെയായിട്ട് തറവാട് വീടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വീടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ചു അവരുടെ മോളുടെ സൈക്കിളൊക്കെ എടുത്ത് പുറത്ത് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കണം. അഞ്ചുവിന് സൈക്ലിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കണം അഞ്ചു ചേട്ടൻ്റെ മോളെയും സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. സൈക്ലിങ് അറിയാം ആൾക്ക് ഓൾറെഡി, പക്ഷേ ഈ സൈക്കിളുമേ ഹൈറ്റ് ആൾക്ക് കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേട്ടൻ്റെ മോള് സൈക്ലിങ്ങിൽ നിന്ന് മാറി അഞ്ചു തന്നെ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുക. ഇതാ അന്നത്തെ മോളുടെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിലേട്ടനും ആ ചേട്ടനും രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അങ്ങളുടെ മോളിതാ ചായയൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ചായയൊക്കെ ഞങ്ങളിതാ
ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പലഹാരങ്ങളും ചായയൊക്കെ ആയിട്ട് ഇതാ ടേബിളിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. ഇവർ കഴിഞ്ഞ വർഷം നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, പാളയംപറമ്പ് വീട്ടിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവരൊരു ദിവസം നമ്മുടെ വീട്ടിലൊക്കെ നിന്നതാണ് വർത്താനമൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ചായ കുടി കഴിഞ്ഞ് എല്ലാവരും എനിക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് പിന്നെയും കുറച്ച് നേരം കൂടിയൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കിച്ചണിൻ്റെ വർക്കൊക്കെ കാണിച്ചു തരുന്നതാണ്. സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് അവർ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ താഴെ, കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അത് നല്ല സ്മൂത്ത് വർക്കാട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. താഴേക്ക് ഇങ്ങനെ 2 ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തള്ളി വയ്ക്കുകയും ചെയ്യാം, ഹാൻഡിൽ കാര്യങ്ങളൊന്നുമില്ല അവിടെ. പക്ഷേ നമുക്ക് തുറക്കാനും നല്ല എളുപ്പമാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് തുറക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആ വർക്കൊക്കെ ഒന്ന് കണ്ട് അതിനെപ്പറ്റിയൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവരുടെ കിച്ചൺ വർക്കൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ മുകളിലത്തെ ഫ്ലോറിൽ പോയി, മുകളിലും പോയി അവിടുത്തെ റൂമുകളും കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് വീണ്ടും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ സോഫയും ഇരുന്ന് എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചേട്ടന്മാർ 2 പേരും ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ തിണ്ണേം ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർത്താനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കണ്ട ചെറിയ കട്ട റോസ് ഉണ്ട്. കട്ട റോസുമ്മ നല്ല ചെറിയ ഹൈറ്റ് കുറഞ്ഞ റോസാണെങ്കിലും നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു ചെടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ കൊമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ മോള് കട്ട് ചെയ്ത് തരുന്നതാണ്. അവരടങ്ങി അപ്പോൾ അത് നല്ലപോലെ വളർന്നേക്കണം, അതുകൊണ്ട് വെട്ടിക്കളയാൻ വേണ്ടിയിരിക്കുകയെന്നും പറഞ്ഞ് മഴക്കാലം ആവണം, അപ്പോൾ ഒത്തിരി അത് അറുത്ത് പടരണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് കുറേ വെട്ടി തന്നു കേട്ടോ, കുറേ കമ്പൈൻറ്റ് വെട്ടി തന്നു. അപ്പോൾ അത് ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഞാൻ കവറിലൊക്കെ ആക്കി അത് സേഫ്ലി എടുത്ത് വയ്ക്കുന്നുണ്ട്. കാരണം എനിക്ക് തൃശ്ശൂർക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്, വീട്ടിൽ കൊണ്ടുവന്നൊക്കെ ഒന്ന് നടണമെന്ന്. അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെ പാക്ക് ചെയ്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവരുടെ മോനും എത്തി. മോൻ ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മോനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോനെയും കൂടെ പിടിച്ചെടുത്തിയേക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോ ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ കാണുള്ളൂ എന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവരോട് ഉള്ള സന്തോഷമായി ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മാമയുടെ ആങ്ങളയുടെ മോളുടെ വീട്ടിലൊക്കെ പോയി തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുകയാണ്. ഇനി നമ്മൾ വേറെ വീടുകളിലേക്കൊന്നും ഇന്ന് പോകാൻ പ്ലാൻ ഇടുന്നില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, 5 മണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇനി പോകാൻ നിന്നാൽ ലേറ്റ് ആവും. നമ്മളിപ്പോൾ നേരെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. ഇനി വേറെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലേക്കൊന്നും ഇപ്പോൾ പോകാൻ നിൽക്കുന്നില്ല, മഴയും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.